എന്റെ അമ്മയുടെ സ്ഥാനത്ത് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾ 1000 ജന്മം ജനിക്കണം. നിങ്ങളെ ഞാൻ ഒരിക്കലും എന്റെ അമ്മയുടെ സ്ഥാനത്ത് കാണുകയില്ല. ഇത് സത്യം. ഇതിന് മറുപടി പറയേണ്ടത് ഞാനല്ല, കാലവാ. പോലീസിൻ്റെ ചെവി അടച്ച് അടിച്ചത്. അതിനുള്ള കൂലി ഇവൾക്ക് കൊടുത്തേ പറ്റൂ. അമ്പടാ, ഇവൾ പഠിച്ച കളിയാണല്ലോ. ഈ കൈക്ക് പരിക്ക് പറ്റിയത് ഉടായിപ്പാണോ? അമ്മേ, വരൂ, ആഹാരം കഴിക്കാം. വാ അമ്മേ, ആഹാരം കഴിക്കേണ്ട സമയം കഴിഞ്ഞു. നീ അച്ഛനെ വിളിച്ചു നോക്കിയോ? ഇല്ല, വിളിച്ചില്ല. അല്ല, അച്ഛൻ എങ്ങോട്ടാ പോയിരിക്കുന്നതെന്ന് അമ്മയോടും പറഞ്ഞില്ലേ? എന്നോട് പറഞ്ഞെങ്കിൽ അത് ഞാൻ നിന്നോട് ചോദിക്കുമായിരുന്നോ? എന്നോടും പറഞ്ഞില്ല. എന്നോട് പറയാതെ ഒരിടത്ത് പോകുന്ന ആളല്ല നിങ്ങളുടെ അച്ഛൻ. നമ്മളോട് ആരോടും പറയാതെ അച്ഛൻ പോകണമെങ്കിൽ അതിന് തക്കതായ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും. എന്തായാലും അമ്മ ആഹാരം കഴിക്കാൻ വാ, അച്ഛൻ ഇങ്ങ് വന്നോളൂ. ആഹാരമൊക്കെ ഞാൻ കഴിച്ചോളാം. ഇപ്പൊ നീ പോകാൻ നോക്ക്. എടാ സത്യനേശ, ഓ, നമ്മളിപ്പോ എവിടാ പോയത്? സബ്ജയിലല്ലേ? മുഖമടച്ചേനടിക്കും അങ്ങനെ പറഞ്ഞ. നീ മണ്ഡലത്തരത്തിന് ഡോക്ടർക്ക് കിട്ടിയവനാണ്. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ചോദ്യം ചോദിച്ചത്. ഇവിടെ പോയി എന്ന് ചോദിച്ചാ ഞാനെന്ത് പറയണം? എന്തു പറയും? അതിപ്പോ എന്ത് പറയണമെന്ന് അങ്ങ് പറഞ്ഞാ മതി. എന്റെ ഒരു സുഹൃത്ത് മിസ്റ്റർ ഗോവിന്ദൻകുട്ടി മേനോനെ കാണാൻ പോയി എന്ന് പറഞ്ഞാ മതി. ആ, അങ്ങനെ പറയാം. ആ, ഈ ഗോവിന്ദൻകുട്ടി മേനോൻ സബ്ജയിലില്ല, അദ്ദേഹത്തെ കാണാൻ ജയിലിൽ പോയിരുന്നു എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ നിന്നെ ജയിലിലാക്കും. മരക്കഴുതേ, നീ എന്നെ ടൗണിൽ ഓവർബ്രിഡ്ജിന്റെ അവിടെ കൊണ്ടുവിട്ടു. മറ്റൊരു കാറ് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഓ ശരി. ഇതിന്ന് ഒരു വാക്ക് കൂട്ടിയോ ഒരു വാക്ക് കുറച്ചോ പറഞ്ഞ ആദ്യം നിന്റെ ജോലി തെറിക്കും. പിന്നെ ഒരു ചവിട്ടേറ്റ് നീ പുറത്തേക്കും തെറിക്കും. മനസ്സിലായോടാ? ആ, മനസ്സിലായി. ഒരു വാക്ക് മതി, ഒരു വാക്ക്. ഒരു കുടുംബം തകരും. അറിയാവണോ നിനക്ക്? അറിയാം. അറിഞ്ഞാൽ നിനക്ക് കൊള്ളാം. ആരോടും ഒന്നും പറയാതെ പെട്ടെന്ന് ഇറങ്ങി പോയതായിരുന്നല്ലോ കൈമളിയേട്ടൻ. എവിടെ പോയതായിരുന്നു? ഒരാളെ ഒന്ന് കാണാൻ പോയതായിരുന്നു. ഞാൻ അറിയാത്ത ആരാ കൈമളിയേട്ടന്റെ ജീവിതത്തിൽ പുതിയതായിട്ട്? എന്റെ ജീവിതത്തിൽ അയാളില്ല. നീ അയാളെ അറിയത്തുമില്ല. പക്ഷേ കാണണമെന്ന് എനിക്ക് തോന്നി, പോയി കണ്ടു, അത്രേ ഉള്ളൂ. മാറടി അങ്ങോട്ട്. അച്ഛന്റെ വർത്തമാനത്തിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട്. പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയാതെ അതിന് പകരം തത്വചിന്തകൾ പറയുന്നത് അച്ഛന്റെ ഒരു സ്ഥിര സ്വഭാവമാണ്.
എന്തോ കള്ളത്തരമുണ്ടെന്ന് എനിക്കും തോന്നി. പക്ഷേ തത്വചിന്തകളൊന്നും പറഞ്ഞില്ലല്ലോ. ആ വിഴുങ്ങി വിഴുങ്ങി പറഞ്ഞത് മുഴുവൻ സിംബോളിക്കാ. സിംബോളിക്കോ? അമ്മ ദേ ആ ഡ്രൈവർ സത്യനെ വിളിച്ച് ചോദിക്കും. അവൻ തത്ത പറയും പോലെ സത്യം എല്ലാം പറയും. സത്യ, നീ വന്നേ. എന്താ മാഡം? നീ കൈമളേട്ടനെ കൊണ്ട് എവിടെ പോയതാ? ഞാൻ കൈമൾ സാറിനെ ഓവർ ബ്രിഡ്ജിന്റെ അടുത്ത് കൊണ്ട് വിട്ടു. മറ്റൊരു കാർ വന്ന് സാറിനെ കൂട്ടിക്കൊണ്ടുപോയി. അത്രേ ഉള്ളൂ? അത്ര മാത്രമേ ഉള്ളൂ. ശരി, പോയിക്കോ. ഇവനെ കള്ളന് കഞ്ഞി വെച്ചവന്റെ അച്ഛനും അമ്മാവനും കഞ്ഞി വെച്ചവനാ. വിശ്വസിക്കാൻ പറ്റില്ലമ്മേ. അച്ഛന്റെ ഈ പോക്കിലും വരവിലും എന്തോ ഒരു ദുരൂഹതയുണ്ട്. നീ അച്ഛനെ വിമർശിക്കാനൊന്നും നിൽക്കണ്ട. അച്ഛനെ വിമർശിച്ച നിന്റെ പല്ല് ഞാൻ കുഴിക്കും. എല്ലാരും കൂടെ എന്റെ നെഞ്ചത്ത് കയറിക്കും. ഞാൻ എവിടെ പോയി നിറിയാൻ ഇവിടെ എന്നെ വിടാതെ പിന്തുടരുകയാണല്ലോ. ഇത് കുടിക്ക്. ഞാൻ ചോദിച്ചില്ലല്ലോ. ക്ഷീണം കാണുമെന്ന് എനിക്കറിയാം. ഞാൻ ഭാര്യയല്ലേ. കുടിക്ക്. ആ, കുടിക്ക്. ഞാൻ നാണം കെട്ട് പിന്നെയും ചോദിക്കുക, എവിടേക്കായിരുന്നു പതിവില്ലാത്ത ആ യാത്ര? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കാണണമെന്ന് തോന്നിയ ഒരാളെ ഞാൻ കാണാൻ പോയി. ആരാ ഇത്രയേറെ കാണണമെന്ന് തോന്നിയ ആ ആള്? എന്താ രാജലക്ഷ്മി ഇത്? എനിക്ക് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു അയാൾ പണ്ട്. ആ വേണ്ടപ്പെട്ട ആളിന് ഒരു പേരില്ലേ കൈമളേട്ടാ? എന്റെ ജീവിതത്തിൽ എനിക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ഓർമ്മകളെ തട്ടിക്കുടഞ്ഞിട്ടിട്ട് നിന്നെയും എന്തിനാ അതിലേക്ക് വലിച്ചെടുക്കുന്നതെന്ന് തോന്നി. കണ്ടോ കണ്ടോ, അച്ഛൻ സത്യം തുറന്നു പറയാതിരിക്കാൻ തത്വജ്ഞാനം പറഞ്ഞു തുടങ്ങി. കൈമളേട്ടൻ എന്നോട് ഇതേവരെ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറഞ്ഞത് കള്ളമല്ല, നീ വിശ്വസിക്കേ. നിങ്ങൾ ആരെയാണ് കാണാൻ പോയെന്ന് എനിക്കറിയാം. അയ്യോ, ഇതെന്ത് പറ്റി അച്ഛന്? സത്യം പറയാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു പതറുന്നതാ. എന്നായാലും എപ്പോഴായാലും എന്റെ മുന്നിൽ പറഞ്ഞല്ലേ പറ്റൂ. അതിന്റെയായി പരിഭ്രമം. എടേ, നീ ഇത് മുഴുവൻ വൃത്തിയാക്കിയിട്ട് വന്നാ മതി. അല്ല, ഞാൻ ഉടുമ്പിനെ പോലെ അമ്മ സത്യം പറയിപ്പിക്കാതെ അച്ഛനെ വിടില്ല. ഞാൻ പുറകെ നടന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് കൈമളിയേട്ടന് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. നിന്റെ ചില ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാനാവില്ല. അപ്രിയ സത്യങ്ങൾ പറഞ്ഞ് നിന്റെ മനസ്സ് വേദനിപ്പിക്കാനും എനിക്ക് പറ്റില്ല. അപ്പോൾ ഈ സന്ദർഭത്തിൽ എനിക്ക് നിന്നെ സഹിച്ചേ പറ്റൂ. ഭർത്താവ് ഭാര്യയുടെ അടുത്തുനിന്ന് ചില സത്യങ്ങൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ അതിന്റെ നിജസ്ഥിതി അറിയാതെ ഭാര്യമാർ പിന്മാറില്ല. അത്തരത്തിലൊരു ഭാര്യയാ ഞാൻ. അതുകൊണ്ട് നേര് പറ, കൈമളേട്ടൻ എവിടെ പോയിരുന്നു? നേരെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിന്നോട്. അത് നേരല്ല എന്ന് അപ്പോഴേ ഞാൻ നിങ്ങളുടെ മുഖത്തുനിന്ന് വായിച്ചെടുത്തതാ. നിങ്ങൾ ജയിലിൽ പോയിരുന്നു അല്ലേ? ഞാൻ അറിഞ്ഞു നിങ്ങൾ ജയിലിൽ ചെന്ന കാര്യം. രാജലക്ഷ്മി, എന്നിട്ട് എന്നോട് വന്നെന്ന് യാതൊരു സങ്കോചവും കൂടാതെന്നാണ് പറയുന്നു. എന്നിട്ട് എന്തായി? അന്വേഷിച്ചു പോയ ആളെ കണ്ടോ? ഇനി എന്തിനാ ഞാൻ ഇവളോട് മറച്ചു വെക്കുന്നേ?
ഇവളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഒന്നുമല്ലെങ്കിലും അവനെ നൊന്തുപറ്റ അമ്മയല്ലേ ഇവള്. രാജലക്ഷ്മി എന്നോട് ക്ഷമിക്കണം. ഞാൻ ജയിലിൽ പോയത് അവനെ. അല്ല, ഞാൻ ചോദിക്കുന്നത് അതല്ല. ആ മീനാക്ഷിയുടെ അച്ഛനെ ജയിലിൽ പോയി കാണാൻ കൈമളിയേട്ടനും അയാളും തമ്മിൽ എന്താ ബന്ധം? അയാള് കൈമളിയേട്ടന്റെ ആരാ? ഞാൻ ജയിലിൽ പോയത് എൻ്റെ മകൻ ജയറാമിനെ കാണാനല്ല, ആ മീനാക്ഷിയുടെ അച്ഛനെ കാണാനാണെന്നാണ് ഇവൾ കരുതിയിരിക്കുന്നത്. ഒരു കൊടുങ്കാറ്റാണ് മനസ്സിലൂടെ കയറി ഇറങ്ങി ഇളങ്കാറ്റായി മാറിയത്. ആശ്വാസം. സത്യം പറ, എന്തിനാ കൈമളിയേട്ടൻ ആ മീനാക്ഷിയുടെ അച്ഛനെ കാണാൻ ജയിലിൽ പോയത്? അവൾ ചെമ്പകമംഗലത്താ താമസിക്കുന്നത്. വല്ല ഏടാകൂടം ഉണ്ടോന്ന് അറിയണ്ടേ, അതിനുവേണ്ടി പോയതാ. എന്നിട്ട് അവളുടെ അച്ഛൻ എങ്ങനെ? കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. വിശദമായിട്ട് പിന്നെ സംസാരിക്കാം. ആ, ജയിലിലെ പൊതുവായ നിയമങ്ങളൊക്കെ അറിയാവുന്ന ആളല്ലേ നിങ്ങൾ? അതെ സർ. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ആഹാരം കഴിക്കുന്നില്ല? എനിക്കൊന്നും കഴിക്കാൻ കഴിയുന്നില്ല സർ. അതെന്താ? നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ, നമുക്ക് ഡോക്ടറെ കാണാം. ശരീരത്തിനല്ല അസുഖം, മനസ്സിനാണല്ലേ? അപ്പൊ കുറ്റബോധമുണ്ട്. ഇപ്പൊ മനസ്സിനെന്താ പ്രശ്നം? സർ, എനിക്കെന്റെ മകളെ കാണണം. അവളോട് സംസാരിക്കണം. ഫോണിൽ സംസാരിച്ചാൽ മതിയോ? മതി സർ. അതിനൊക്കെ ഉള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അതിരിക്കട്ടെ, തൻ്റെ മകളിപ്പോൾ എവിടെയുണ്ട്? മകൾ എൻ്റെ വീട്ടിലാ സർ. ആരാ നിങ്ങളെ കാണാൻ വന്നിട്ട് പോയത്? അച്ഛനായിരുന്നോ? അതെ സർ. അച്ഛൻ പോലും എന്നെ വിശ്വസിക്കുന്നില്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല. എനിക്ക് ആരെയും കൊല്ലാൻ കഴിയില്ല. ഇതൊക്കെ ഞങ്ങൾ ഇവിടെ സ്ഥിരം കേൾക്കുന്ന വാക്കുകളാ. നിങ്ങളുടെ മകളുടെ സാക്ഷിമൊഴി പോലും നിങ്ങൾക്കെതിരായിരുന്നു. അവള് ചെറിയ കുട്ടിയല്ലേ, അവൾക്ക് എന്തറിയാനാ? ആ വക്കീല് വിസ്തരിച്ച് കുഴപ്പിച്ചതാ. നിങ്ങളുടെ മകൾ വീട്ടിലാണെന്നല്ലേ പറഞ്ഞത്? അവളുടെ അടുത്ത് ആരൊക്കെയുണ്ട്? അവൾ എൻ്റെ വീട്ടിലാണ്, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ. പിന്നെ എന്തിനാ നിങ്ങളെ പേടിക്കുന്നേ? നിങ്ങളുടെ മകൾ സുരക്ഷിതയല്ലേ? പക്ഷേ അവൾ എൻ്റെ മകളാണെന്നുള്ള കാര്യം എൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിയില്ല. അത് കൊള്ളാലോ. വിചിത്രമായിരിക്കുന്നല്ലോ തന്റെ കഥ. അപ്പൊ മാതാപിതാക്കളുമായി അത്രയ്ക്കുള്ള ബന്ധം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തം അല്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? അറിയാതെയാണെങ്കിലും ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് സർ. ഒന്നാം തരം കുമ്പസാരം. നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ മനസ്സുരുക്കി ശപിച്ചിട്ട് പോയെന്നാ ഞാൻ അറിഞ്ഞത്. ആ അച്ഛൻ നിങ്ങളുടെ മകൾക്ക് അഭയം കൊടുത്തു എന്നാണോ പറയുന്നത്? അത് ഞാൻ മുമ്പ് പറഞ്ഞത്. അവരുടെ കൂടെയുള്ളത് സ്വന്തം മകന്റെ മകളാണെന്നുള്ള കാര്യം അവർക്കറിയില്ല. അപ്പൊ തെറ്റുകളുടെ ഒരു പരമ്പര തന്നെ ആയിരുന്നു നിങ്ങളുടെ ജീവിതം മുഴുവനും അല്ലേ? ഉപ്പ് തിന്നവൻ ആരായിരുന്നാലും വെള്ളം കുടിക്കും. എനിക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ചൊന്നും എനിക്കൊരു പേടിയില്ല സർ. എനിക്കെന്റെ മകളെ ഒന്ന് കണ്ടാൽ മതി. ഫോൺ ചെയ്യാനുള്ള അവസരമൊക്കെ ഒരുക്കാം. ഇപ്പൊ ഇയാള് ഭക്ഷണം കഴിക്കണം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം. നിന്നെ ആഹാരം കഴിച്ചില്ലെങ്കിൽ പോലീസുകാർ കഴിപ്പിക്കും. അതിനായിട്ട് താൻ അവസരം സൃഷ്ടിക്കരുത്. ഞാൻ ഇന്നലെ പറഞ്ഞതെല്ലാം ആ സ്ത്രീയുടെ മനസ്സിൽ അമ്പ് പോലെ തറച്ച് മുറിവേറ്റിട്ടുണ്ടാവും. അങ്ങനെ മുറിവേൽക്കട്ടെ. എന്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ അവർ നാണം കെട്ട് വേദനിച്ച് മരിക്കണം.
അയ്യോ. എന്താ എന്താ നിനക്ക് പറ്റിയത്? ഓ, പറന്നെത്തിയല്ലോ പരുന്ത്. നീ എന്തിനാ നിലവിളിച്ചെന്ന്? ഞാൻ ദേ ആ കസരയിന്ന് താഴെ വീണു. കസേരയെന്നോ? അത് നല്ല കസേരയായിരുന്നല്ലോ. അതാരാ ഓടിച്ചത്? ആ, എനിക്കറിയാവോ, നിങ്ങളായിരിക്കും ഓടിച്ചത് എന്നെ താഴെ വീഴ്ത്തി കൊല്ലാൻ. ആ, എന്തായാലും എനിക്ക് നിങ്ങളോട് പ്രതികാരമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. എന്നാ എന്നെ അങ്ങ് തട്ടിയേക്കാന്ന് നിങ്ങൾ കരുതി അല്ലേ? അതല്ലേ സത്യം? ഇപ്പൊ നിന്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ കൈക്ക് കുഴപ്പമില്ലെന്ന് നിങ്ങളൊന്ന് തീരുമാനിച്ചാൽ മതിയോ? നിങ്ങളെന്താ എന്നെ സ്കാൻ ചെയ്യാണോ? അല്ല, ഞാൻ വരുമ്പോ നിന്റെ കൈക്ക് കുഴപ്പമൊന്നും കണ്ടില്ല. ആ, നിങ്ങൾ കാണില്ല. അതെങ്ങനെയാ? ക്രൂരതയുള്ള ഒരാൾക്ക് ഇതൊക്കെ കാണാൻ പറ്റുമോ? നീ ഒരു കാര്യം മനസ്സിലാക്ക. ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ച ദൈവം ഇതുപോലുള്ള ശിക്ഷ തരും. ദൈവത്തിന് കടം തീരെ ഇഷ്ടമല്ല. അപ്പ കണക്ക് തീർക്കും. പിന്നെ എന്നുവെച്ചാ ദൈവത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ ഇവര്? ചേച്ചി, ഞാൻ കണ്ടുപിടിച്ചു ചേച്ചി, ഞാൻ കണ്ടുപിടിച്ചു. നീ എന്ത് കണ്ടുപിടിച്ചു? ഏത് വൈറസിനുള്ള മരുന്ന് നീ കണ്ടുപിടിച്ചെന്ന് പറയടാ. അതെ, ഇവിടെ ഒരു വൈറസ് വന്ന് കേറിയിട്ടുണ്ടല്ലോ, അവളുടെ കള്ളത്തരങ്ങളാ ഞാൻ കണ്ടുപിടിച്ചത്. മീനാക്ഷിയോ? അവള് വൈറസ് അല്ലടാ, തീക്കട്ടയാ, തീക്കട്ട. എന്താ മാലതി? വൈശാഖ് മീനാക്ഷിയുടെ കള്ളത്തരം കണ്ടുപിടിച്ചു. ഹാ, ഇവനാ പെങ്കൊച്ചിന്റെ പുറകെ മ്ലാവി നടന്നപ്പോഴേ എനിക്ക് തോന്നിയതാ. അമ്മേ, വേഗം വാ. ദേ മാലതിയുടെ ആങ്ങളെ ആ മീനാക്ഷിയുടെ എന്തോ കള്ളത്തരം കണ്ടുപിടിച്ചു. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? അമ്മേ, ദേ ഇവരാ മീനാക്ഷിയുടെ എന്തോ കള്ളത്തരം കണ്ടുപിടിച്ചു. നീ എന്ത് കള്ളത്തരമാണോ കണ്ടുപിടിച്ച്? അതെ, ആ മീനാക്ഷിയുടെ കൈക്ക് ഒരു ചുക്കും പറ്റിയിട്ടില്ല. എല്ലാം അവളുടെ തട്ടിപ്പ, വെറും അഭിനയം. വെറുതെ ആരെങ്കിലും കൈയും കെട്ടി തൂക്കിയിട്ടുണ്ട് നടക്കുവാടാ? ദേ, നീ വെറുതെ നുണ പറയല്ലേ? എനിക്ക് നുണ പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാത്തിനും തെളിവ് ഇതിലുണ്ട്. എന്നാ ആ തെളിവ് ഇങ്ങോട്ട് കാണിക്ക്. അവൾ ഇവിടുന്ന് കൂടും കുടുക്കെടുത്ത് പോകുന്നത് കാണാനേ ഇവിടെ എല്ലാരേക്കാളും രസം എനിക്കാ. ദാ ഇത് കണ്ടോ? ഇതെന്തുവാടാ? കറങ്ങുന്ന ഫാനാണോ തെളിവ്? ദാ നോക്ക്. അല്ല, അതെവിടെ പോയി? എന്തോന്ന്? നിന്റെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? വൈശാഖ് കള്ളത്തരൊന്നും പറയില്ല. പിന്നെ എന്താ ഇത്? പെൺകുട്ടികളുടെ പിന്നാലെ വീഡിയോ എടുക്കാൻ നടക്കുന്നു. ഇതൊന്നും ഈ വീട്ടിനകത്ത് നടക്കത്തില്ല. മേലിൽ ഇത്തരം വൃത്തികേടുകളൊന്നും ഇവിടെ കാണിക്കരുത്, പറഞ്ഞേക്കാം. ഇവൻ തീ പിടിച്ച ആത്മാവിനെ പോലെയാ ഈ വീടിന്റെ അകത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്. ചെറുപ്പത്തിലെ പഞ്ചകർമ്മ ചികിത്സ വേണ്ടി വരും. സാവിത്രിയച്ചിയുടെ നാത്തും കാണിച്ച പോലെ ഇവ ഇവിടെ നിന്ന് ആരെ അടിച്ചോണ്ട് പോകുന്നില്ല. വാടാ. എന്നാലും ഞാനെടുത്ത ആ വീഡിയോ. നിന്റെ ഒരു വീഡിയോ ഇങ്ങോട്ട് വാടാ. വരാനല്ലേ പറഞ്ഞ ചേച്ചി?
അവളെന്റെ ചങ്കിനിട്ടൊന്ന് തന്നിട്ടാണല്ലോ പോയത്. അവസരം കിട്ടും. എന്താടാ നിന്റെ മുഖത്തൊരു മഞ്ഞ നിറം? പച്ചമഞ്ഞൾ അരച്ച് തേച്ചോ? നാണം കിട്ടി വിളറിയതല്ലേ? മതിയടി കളിയാക്കിയത്. നിന്നെയൊക്കെ കളിയാക്കിയില്ലെങ്കിൽ എനിക്കൊരു സ്വസ്ഥത കിട്ടത്തില്ല. എനിക്കിട്ട് വെച്ച പാര വട്ടം ഒടിഞ്ഞു പോയല്ലേ? കഷ്ടം. ആ നിന്റെ മുഖം കാണുമ്പോഴേ എനിക്ക് കരയാനാ തോന്നുന്നത്. ആ മൊബൈലിൽ ഞാൻ എടുത്ത വീഡിയോ നീ എന്ത് ചെയ്തു? അത് ഞാൻ ഡിലീറ്റ് ചെയ്തു ഓൺ ദി സ്പോട്ടില്. നീ പോയി നിന്റെ തരത്തിലുള്ളവരുമായിട്ട് കളിക്ക. എന്റെ കോട്ടിലേക്ക് നീ വരണ്ട. കേട്ടോടാ? വൈ വൈ വൈശാഖൻ. ആ പിന്നെ ഞാനതെങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നിനക്കറിയണ്ടേ? പറയാം.